സദസ്സിൽ വന്ദനം. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അച്ചടക്കം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വിദ്യാർത്ഥികളായ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണമാണ് അച്ചടക്കം എന്നുള്ളത്. ആദ്യം തന്നെ നാം അച്ചടക്കം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ആരോടും ഒന്നും മിണ്ടാതെ കൈയും കെട്ടിയിരിക്കുന്നതാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അല്ല, ഏകാഗ്രത, നീതിബോധം, സത്യസന്ധത, സാഹോദര്യം ഈ എല്ലാ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. അനുസരണക്കേട് കാണിക്കുമ്പോൾ മുതിർന്ന പറയാൻ കേട്ടിട്ടില്ലേ, ചൊട്ടയിലെ ശീലം ചുരവരെയെന്ന്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ പഠിക്കുന്ന ശീലം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് മരണം വരെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യം തന്നെ നാം അച്ചടക്കം ശീലമാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അത് പഠിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഞാൻ അച്ചടക്കത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അച്ചടക്ക ബോധമുള്ള സമൂഹത്തെയാണ് നമുക്ക് ആവശ്യം. ഇന്ന് വിദ്യാർത്ഥികളിൽ അച്ചടക്കം കുറയുകയും അക്രമ വാസന കൂടുകയുമാണ് ചെയ്യുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ കൃത്യമായി ചെയ്യുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക. അങ്ങനെ എല്ലാം ക്രമമായി ശീലിക്കുക. ക്രമം തെറ്റിയാൽ അവിടെ അക്രമമുണ്ടാവും. ചെറുപ്പകാലത്തുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണ് കവിവാക്യം. അതുകൊണ്ട് ഗാന്ധിജി കാട്ടിത്തന്ന അച്ചടക്ക മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം. ഒരു നല്ല അച്ചടക്ക ബോധമുള്ള സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം.